മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണക്കടുത്ത ഒടമല മക്കാം നിരവധി മാറാവ്യാധി രോഗങ്ങൾക്കും പ്രത്യേകിച്ച് ചർമ്മരോഗങ്ങൾക്കും വലിയ ഫലം ലഭിക്കുന്ന ഒടമല മക്കാമിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. جئت إليك ذليلا أناجي من لي غيرك ربي يسمع مني شكوى حين محل البلاء جئت إليك റസ VPR യൂട്യൂബ് ചാനലിൻ്റെ 365-ാമത്തെ എപ്പിസോഡ്. ഇന്നത്തെ നമ്മുടെ സിയാറത്ത് കേരളത്തിൽ തന്നെ വളരെ പ്രസിദ്ധമായ മലപ്പുറം ജില്ലയിലുള്ള പെരിന്തൽമണ്ണക്കടുത്ത് ഒടമല മക്കാമിലേക്കാണ്. നിരവധി മാറാവ്യാധി രോഗങ്ങൾക്ക് വലിയ ശിഫ നൽകുന്ന ഈ മക്കാമ്, അവിടേക്കുള്ള റൂട്ട് നമുക്ക് ആദ്യമായിട്ടൊന്ന് പറയാം. പെരിന്തൽമണ്ണയിൽ നിന്ന് മണ്ണാർക്കാട് റൂട്ട് വഴിയും അതുപോലെ തന്നെ പെരിന്തൽമണ്ണയിൽ നിന്ന് ചെറുപ്പളശ്ശേരി റൂട്ടിലും സഞ്ചരിച്ചാൽ ഈ മക്കാമിലെത്താൻ പറ്റും. രണ്ട് റൂട്ടിലും 7 കിലോമീറ്റർ സഞ്ചരിച്ചാൽ, ചെറുപ്പളശ്ശേരി റൂട്ടിൽ 7 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ആനമങ്ങാട് പള്ളിപ്പടിയിൽ നിന്ന് തിരിഞ്ഞ് 2 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മക്കാമിലെത്താൻ പറ്റും. അതുപോലെ തന്നെ മണ്ണാർക്കാട് റൂട്ടിൽ പെരിന്തൽമണ്ണയിൽ നിന്ന് 7 കിലോമീറ്റർ സഞ്ചരിച്ചാൽ വാളാംകുളം എന്ന് പറയുന്ന സ്ഥലത്തെത്തും. ഇപ്പം നമ്മൾ ആ സ്ഥലത്താണുള്ളത്. നമ്മൾ ഇതുവഴിയായിരുന്നു വന്നത്. ഇവിടെ നിന്ന് 3 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് മക്കാമിലേക്ക് എത്തിച്ചേരാൻ കഴിയും. ബസ് വഴി വരുന്ന ആളുകൾ പെരിന്തൽമണ്ണയിൽ നിന്ന് മണ്ണാർക്കാട്ടേക്കുള്ള ഭാഗത്തേക്ക് പോകുന്ന ബസ് കയറി ഈ വാളാംകുളം ജംഗ്ഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ഓട്ടോറിക്ഷയ്ക്ക് 70 രൂപയാണ് മക്കാമിലേക്ക്. പിന്നെ ഈ മക്കാമിൻ്റെ റൂട്ടിൽ ബസ് സർവീസ് ഉണ്ട്, പക്ഷെ വളരെ കുറവാണ്. ഇവിടെ മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ ഷെയ്ഖ് ഫരീദ് ഔലിയ റളിയല്ലാഹു അൻഹു, അവരുടെ ചരിത്രം കൂടുതലായി അറിയപ്പെടുന്നത് മഹാനായ ടിപ്പു സുൽത്താൻ റളിയല്ലാഹു അൻഹു പാലക്കാട് കേന്ദ്രീകരിച്ച് ഭരണം നടത്തുന്ന സമയത്ത് മക്കയിൽ നിന്ന് വന്ന ഷെയ്ഖ് ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്നിവരുടെ ശിഷ്യനായിട്ടാണ് ബഹുമാനപ്പെട്ടവരെ അറിയപ്പെടുന്നത്. ഏകദേശം 300 വർഷങ്ങൾക്ക് മുമ്പ് പേര് പോലെ തന്നെ ഈ പ്രദേശം വലിയ ഘോരവനമായിരുന്നു. വന്യമൃഗങ്ങളും ഈഴജന്തുക്കളുമൊക്കെയുള്ള ഈ കാട്ടിൽ ഒരു അരുവിക്ക് സമീപത്തായിട്ട് വലിയ ഒരു കാഞ്ഞിര മരത്തിന് താഴെ ഇരുന്നു കൊണ്ട് ഇബാദത്തിലായി കഴിഞ്ഞുകൂടുകയായിരുന്നു ബഹുമാനപ്പെട്ടവർ. അങ്ങനെ രാപ്പകൽ ഭേദമന്യേ ആരാധനയിലായി മുഴുകിയ മഹാനുഭാവൻ നന്നായി വിശക്കുന്ന സമയത്ത് വീടുകളുള്ള ഭാഗത്തേക്ക് വരികയും വീടുകളിൽ നിന്ന് അത്യാവശ്യം ഭക്ഷണങ്ങൾ വാങ്ങിക്കഴിച്ച് വീണ്ടും കാട്ടിലേക്ക് കയറും. അങ്ങനെ വർഷങ്ങളോളം കാട്ടിൽ ഇബാദത്തിലായി ജീവിച്ച മഹാനുഭാവൻ അവിടെ തന്നെ ഒരു ദിവസം വഫാത്തായി. അങ്ങനെ ബഹുമാനപ്പെട്ടവർ വഫാത്തായ ആ വിവരം അവിടെയുള്ള ആ വീടുകളിൽ താമസിക്കുന്ന നാട്ടുകാർക്ക് സ്വപ്നത്തിലൂടെ അറിയിച്ചു കൊടുക്കുകയും പല ആളുകൾക്കും ഒരേ സ്വപ്നം അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഇവിടെ വന്ന് നോക്കിയ സമയത്ത് ബഹുമാനപ്പെട്ടവർ അവിടെ വഫാത്തായി കിടക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അങ്ങനെയാണ് ബഹുമാനപ്പെട്ടവരെ ഇവിടെ തന്നെ മറവ് ചെയ്യുന്നതും. അള്ളാഹു ആ മഹാൻ്റെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ഇന്നും ഒട്ടനവധി ആളുകളാണ് വലിയ പ്രശ്നങ്ങളുമായി ഇവിടേക്ക് സിയാറത്തിനായി വരുന്നത്. വലിയ ഫലം ലഭിക്കുന്ന, പ്രത്യേകിച്ച് രോഗങ്ങൾക്ക്, ശരീരത്തിലുണ്ടാകുന്ന തൊലിപ്പുറത്തുള്ള ചർമ്മരോഗങ്ങൾക്ക് വലിയ ഫലമാണ്. അതുപോലെ തന്നെ മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടായതും വലിയ മാറാരോഗങ്ങൾ ശിഫയായതും ഇവിടുത്തെ അനുഭവങ്ങളിൽപ്പെട്ടതാണ്. വലിയ ഉറൂസാണ് എല്ലാ വർഷവും നടക്കാറുള്ളത്. 4 മാസം നീണ്ടു നിൽക്കുന്ന വലിയ നേർച്ച. എല്ലാ വർഷവും മകരം 1-ന് കൊടിയുയർത്തിയാൽ ആ നേർച്ച 4 മാസം നീണ്ടു നിൽക്കും. ഏകദേശം 200ഓളം പെട്ടി വരവുകൾ 100ഓളം മഹല്ലുകളിൽ നിന്നായിട്ട് ദിവസം തോറും പെട്ടി വരവുകൾ നടക്കും. അങ്ങനെ അവസാനം 4 മാസം പൂർത്തിയായിട്ടുള്ള ദിവസം വലിയ മൗലിദ് സദസ്സും 2000-ലധികം ആളുകൾക്ക് അന്നദാനവും നടക്കുന്ന വലിയ നേർച്ചയാണ് ഇവിടെ നടക്കാറുള്ളത്. രോഗങ്ങൾക്ക് പുറമെ സിഹിർ പോലത്തെ വലിയ പ്രശ്നങ്ങൾക്കും ഇവിടെ വലിയ പരിഹാരമുള്ള മക്കാമാണ്. ഇവിടേക്ക് സാധാരണ നേർച്ചയാക്കാറുള്ളത് അരി, കുരുമുളക്, മുതിര, വെളിച്ചെണ്ണ പോലത്തെ, അതുപോലെ തന്നെ മക്കളില്ലാത്തവർക്ക് പഞ്ചസാര തുടങ്ങിയവയൊക്കെയാണ് ഇവിടേക്ക് നേർച്ച നേരാറുള്ളത്. അള്ളാഹു ഈ മഹാൻ്റെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അനേകം പ്രശ്നങ്ങളുമായി ഈ മക്കാമിൽ ഈ മഹാൻ്റെ സവിധത്തിലെത്തുന്ന ഓരോരുത്തർക്കും അള്ളാഹു വലിയ ഫലം നൽകുമാറാകട്ടെ. ആമീൻ ബിറഹ്മ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.